നിൽക്ക്, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. രാവിലെ എണീറ്റിട്ട് ഈ ഒരു മെയിൻ ഡോറ് ഇങ്ങനെ തുറന്ന് ഓപ്പൺ ചെയ്തിടുമ്പോഴാണ് കേട്ടോ എനിക്ക് കുറച്ചൊരു ആക്റ്റീവായിട്ടൊരു ഫീൽ കിട്ടുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണോ? അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല കേട്ടോ, ഈ വർഷം തുടങ്ങി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നാലത് ഈ ഒരു വർഷം തീരാൻ ഈ 51 ദിവസം കൂടിയേ ഉള്ളൂ. ഇത്രയും നാളെ സത്യം പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെ നല്ല മടി പിടിച്ച് ആക്റ്റീവ് ഒന്നും അല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നാളെ ആവട്ടെ, അല്ല മറ്റന്നാളാവട്ടെ, അല്ലെങ്കിൽ രാത്രി ആവട്ടെ, ഇങ്ങനെയൊക്കെ നോക്കി നോക്കി ഓരോ കാര്യങ്ങൾ മുന്നോട്ട് തള്ളി നീക്കി വെച്ച എന്നെപ്പോലെ നല്ല മടിയുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ മുൻപിൽ ഇനി 51 ദിവസങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾക്ക് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് എന്തൊക്കെ ചെയ്താൽ, എങ്ങനെയൊക്കെ മാറ്റിയാൽ നമുക്കൊരു നല്ലൊരു എന്താ പറയുക, പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു ആക്റ്റീവായിട്ട് എല്ലായിടത്തും നല്ല എനർജറ്റിക് ആയിട്ട് അങ്ങനെ ഒരു ഹെൽത്തി ഹാബിറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബോട്ടിൽ വന്നിട്ട്. അപ്പോൾ ഇതിലിങ്ങനെ ഓരോ ടൈമിങ് വെച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കേണ്ട കാര്യങ്ങളും പിന്നെ കുറേ കോട്ട്സും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിയത്. അപ്പോൾ ഈ ഒരു നോട്ട്ബുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ആർട്ട് വർക്കുകളൊക്കെ ഇതിനകത്ത് കണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു വർക്കിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെറിയ ഷോർട്സൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബുക്ക് കണ്ടോ, ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നിങ്ങൾ ഒരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു നോട്ട്ബുക്കോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ ഒരു 51 ദിവസത്തെ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ വരുന്ന കമ്മിങ് ഡേയ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ 2026 ഞാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത്രയും നാളും ചെയ്തതിൽ വെച്ചിട്ട് എന്ത് കാര്യങ്ങളാണ് ഞാൻ എടുത്ത് മാറ്റേണ്ടത് എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് ഈ ഒരു 1 ഇയറിൽ നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റീകോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടിട്ട് ഇങ്ങനെ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസും ഷോർട്സും ഒക്കെ റെഗുലറായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഫേർട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അത് ചെയ്താൽ എനിക്ക് കുറച്ച് നല്ലതായിരിക്കും, കാരണം ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആകും. പിന്നെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ അതിൻ്റെ പുറകെ കുറച്ച് ബിസി ആകുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, നമുക്ക് ഇന്നർലി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഫസ്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ രാവിലെ എണീക്കാൻ എന്നെപ്പോലെ അത്ര മടിച്ചുള്ള വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര മടിച്ചാണ് കേട്ടോ. പക്ഷേ എഴുന്നേറ്റല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 6 to 6:30 ആ ഒരു ടൈമിങ്ങിൽ എഴുന്നേക്കാം എന്നുള്ള ഒരു കാൽക്കുലേഷനിൽ കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ രാവിലെ ഒരു ചെറിയൊരു മോർണിംഗ് വാക്ക്, പിന്നെ രാവിലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ദൈവത്തിനോട് നമ്മുടെ ആ ഒരു വിശ്വാസത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പ്രയറും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് നന്നായിട്ട് ഒരു ദിവസം ഫുള്ള് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊന്ന് നോക്കാം. അതായത് വെള്ളം കൂടിയൊക്കെ എല്ലാവരുടെയും ഇപ്പോൾ ഓരോ രീതിയിലാവും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പ്രോപ്പറാക്കി ഈ ഒരു കമ്മിങ് ഡേയ്സിൽ നമുക്കതൊന്ന് നമ്മുടെ ഹെൽത്ത് വൈസ് നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഓൾവേസ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുക. കാരണം എന്തൊരു ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് നന്ദിയുള്ളവരായിട്ടിരിക്കാനായിട്ട് നമുക്ക് ഓൾവേസ് ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം പുതിയതായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു താങ്ക്സ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്മൈലൊക്കെ കൊടുത്തിട്ട് മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ നമ്മുടെ ഇന്നർ മൈൻഡിൽ നമ്മളിങ്ങനെ പീസ്ഫുള്ളായിട്ടിരിക്കാം എന്നുള്ള
തോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. പിന്നെ വെറുതെ ബോറടിച്ചിരിക്കാണ്ട് പുതിയ പുതിയ ബുക്കുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് ബുക്സുകളൊക്കെ ഉണ്ട്, അതല്ലാതെ ഓൺലൈനായിട്ട് നമുക്ക് വായിക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഒരു ഈവനിങ് വാക്ക്, അതും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി ആ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ സ്കൈ, അതേപോലെ ഈ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് പറ്റിയ ഒരു സമയമാണ് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഫാമിലി ഫ്രണ്ട്സുമായിട്ട് നന്നായിട്ടൊന്ന് സംസാരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടിനെങ്കിലും മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സ്ട്രെസ്സ് റിലീസ് ആകുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെന്താ, നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അങ്ങനെ എന്താ പറയുക, അതായത് നമുക്കില്ലാത്തൊരു സ്കില്ല്, പുതിയതായിട്ടൊരു സ്കില്ല് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പറ്റും എന്നുള്ള കാര്യം നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഞാൻ ചുമ്മാ ഒരു ലൈറ്റ് കളർ പെൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന 2026 അടിപൊളിയാക്കാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതേപോലെ തന്നെ നിങ്ങൾക്കും ആ ഒരു വൈബിലേക്ക് വരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ വെറുതെ പറഞ്ഞതല്ല, കാരണം ഈ ഒരു വർഷം ഇനി നമുക്ക് ഇത്രയും നാളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്കിനി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ഒരു ചാലഞ്ച് വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളും അങ്ങോട്ടൊന്ന് തുടങ്ങ്, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ നിങ്ങളും അങ്ങോട്ടൊക്കെ തുടങ്ങ്. അപ്പോൾ എല്ലാം നമുക്ക് വഴിയെ എല്ലാം സെറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ ചാനൽ ഇഷ്ടമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ.